നമ്മൾ പല ആപ്ലിക്കേഷനുകളും ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലേ. അതിൽ ചിലർക്ക് ചില ആപ്ലിക്കേഷനുകൾ ചില സ്ഥലത്തോ അതല്ലെങ്കിൽ ചില ആളുകളുടെ മുന്നിലോ അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും ഉപയോഗിക്കാൻ പറ്റാത്തതുണ്ടാവും. അഥവാ നമ്മുടെ ഫോണിൽ മറ്റുള്ളവർ കാണുന്നതൊക്കെ ബുദ്ധിമുട്ടുള്ള പല ആപ്ലിക്കേഷനുകളും ഉപയോഗിക്കുന്നവരുണ്ടാകും. ഉദാഹരണത്തിന് ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത് വിലക്കിയിട്ടുണ്ടാകും. അതല്ലെങ്കിൽ യൂട്യൂബോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗെയിമുകളൊക്കെ കളിക്കുന്നത് വിലക്കിയിട്ടുണ്ടാവാം. അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഉടായ്പൊക്കെയുള്ള ആളുകൾക്ക് പ്രത്യേകമായ വാട്സപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏത് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഏത് സമയമായിക്കോട്ടെ, ഏത് സ്ഥലമായിക്കോട്ടെ, അവിടെ എത്തുമ്പോഴൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ആപ്ലിക്കേഷൻ അനിശ്ചിത സമയത്ത് ഹൈഡ് ആവും. അതുമല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അതിനെ ഉപയോഗിക്കുകയും ചെയ്യാം. മറ്റൊരാൾ കാണാതെ നമുക്കിതിനെ ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത് മറ്റുള്ളവർ കാണുമ്പോൾ എന്താണ്, ഇവർക്ക് എന്തോ ഒരു ഉടായ്പുണ്ട് എന്ന് സംശയിച്ചേക്കാം. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന കിഡിലിനൊരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു വരുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലും ഇല്ലെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക. മറ്റു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പ് നമ്മുടെ ഫോണിൽ ചെയ്തു വെക്കുന്നതെന്ന് നോക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിനുവേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആരെങ്കിലും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാം. ഒരു ആപ്ലിക്കേഷൻ സഹായത്തോടു കൂടിയാണ് നമുക്ക് മറ്റു ആപ്ലിക്കേഷനുകളൊക്കെ ഹൈഡ് ചെയ്യുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ നിന്ന് ഹൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് ആവശ്യമായ പെർമിഷനുകൾക്ക് അലോ നൽകുക. ശേഷം ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് നമുക്ക് ഇതേ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെയായി നമുക്ക് ന്യൂ ആപ്പ് ഗ്രൂപ്പ് എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് അത് സെലക്ട് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിന് പേര് നൽകണമെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്കുണ്ട്. വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. ജസ്റ്റ് ചൂസ് ആപ്സ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. അഥവാ ഈ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ആഡ് ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷനുകളൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ പല കാറ്റഗറിയിലുള്ള ആപ്ലിക്കേഷനുകളുമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ സെലക്ട് ചെയ്യാം. ഞാൻ സോഷ്യൽ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏത് ആപ്ലിക്കേഷനാണോ വേണ്ടത് അതിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ വാട്സപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു. ശേഷം ഡൺ എന്നുള്ളത് കൊടുത്തു. ഡൺ എന്നുള്ളത് കൊടുത്തതിന് ശേഷം വീണ്ടും മുകളിൽ ഡൺ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ആപ്പ് ഗ്രൂപ്പ് 3 എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വന്നത് കാണാം. അതിൽ നമ്മുടെ വാട്സപ്പും ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു വാട്സപ്പ് നമുക്ക് പെർമനൻ്റ് ആയിട്ടാണ് നമ്മുടെ ഫോണിൽ നിന്ന് ഹൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി സെറ്റ് സ്ക്രീൻ ടൈം ലിമിറ്റ്സ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഏറ്റവും മുകളിലായിട്ട് ഡെയിലി സ്ക്രീൻ ടൈം ലിമിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് നേരെ കാണുന്ന ബട്ടൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ നിന്ന് 0 hours എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെറ്റ് ഡേയ്സ് ഇൻഡിവിജ്വലി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ അതിനെ എനേബിൾ ചെയ്ത് കൊടുക്കാം, എല്ലാ ദിവസവും ഈ ഒരു പ്രവർത്തനം തുടരുന്നതിന് വേണ്ടി. അതിനുശേഷം ഡൺ എന്നുള്ളത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ ആപ്പ് ഇവിടെ ഹിഡൻ ആയിട്ടുള്ള ആ ഓപ്ഷനും എനേബിൾ ആയി വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ജസ്റ്റ് നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയായിരുന്നു ഞാൻ വാട്സപ്പിനെ സെറ്റ് ചെയ്തിരുന്നത്. അതിപ്പോൾ ഇവിടെ നിന്ന് ഹൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തിരിച്ചു കൊണ്ടുവരാം. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. ശേഷം ഡിലീറ്റ് ഗ്രൂപ്പ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡിലീറ്റ് ആവുകയും നമ്മുടെ ആപ്ലിക്കേഷൻ അതിൻ്റെ പഴയ സ്ഥാനത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ എൻ്റെ വാട്സപ്പ് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതേ രീതിയിൽ ഏതൊരു ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാം. അത് ഏത് ദിവസം വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ റൊട്ടീൻ സെലക്ട് ചെയ്യും. ഇനി പ്രത്യേകമായിട്ടൊരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്താണ് ഹൈഡ് ചെയ്യേണ്ടതെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, ന്യൂ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, ചൂസ് ആപ്പുകളും സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായ ആപ്ലിക്കേഷൻ ഏതാണോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഡണ്ണ് കൊടുക്കുക. ശേഷം നമ്മൾ സെലക്ട് ചെയ്ത ആപ്ലിക്കേഷനുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു സമയം 2 or 3 ഒക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക ഫ്രീ ആയിട്ടുള്ള വെർഷനിൽ. ബാക്കിയുള്ളതിന് കാശ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഗ്രൂപ്പുകൾ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ശേഷം സോൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. താഴെയായിട്ട് ഇവിടെ സോൺ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ സേഫ് സോൺ, റെസ്ട്രിക്ഷൻ സോൺ എന്നുള്ള 2 ഓപ്ഷൻ ഉണ്ട്. രണ്ടിലും നിങ്ങൾക്ക് ആവശ്യമായ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ കറണ്ട് ലൊക്കേഷൻ ഓൾറെഡി നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതല്ല സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻ വേണമെങ്കിൽ ഇതിനെ സൂം ചെയ്തും സൂം ഔട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ ഭാഗം സെലക്ട് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം ഇവിടെയായിട്ട് സോൺ ഡയമീറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എത്ര മീറ്ററിനുള്ളിലാണ് വേണ്ടത് എന്നുള്ളതും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം മുകളിൽ കാണുന്ന ഡണ്ണ് കൊടുത്ത് പുറകോട്ട് പോവുക. ചൂസ് ആപ്സ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ റെസ്ട്രിക്ട് സോൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ചെയ്ത രീതിയിൽ തന്നെ ഏത് ഭാഗത്താണ് എത്തിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് റെസ്ട്രിക്റ്റ് ആവേണ്ടത് എന്നുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അഥവാ ഈ ബ്ലൂവിൽ കാണുന്ന ഭാഗം എത്തിക്കഴിഞ്ഞാൽ ആ ആപ്പ് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് സാധാരണ നോർമൽ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതിന് പുറത്ത് പോയി കഴിഞ്ഞാലും
നോർമൽ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതേ സമയം റെഡിൽ കാണുന്ന ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ, ഇതിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി ഹൈഡ് ആവും. ആ ഒരു ഓപ്ഷനാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഈ ഒരു ഭാഗവും നിങ്ങൾക്ക് നേരത്തെ ചെയ്തതുപോലെ ഇതിൻ്റെ സോണ് ഡയമീറ്റർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതിനുശേഷം മുകളിൽ കാണുന്ന ഡൺ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് ചൂസ് ആപ്സ് എന്നുള്ളത് കൊടുക്കുക. നേരത്തെ ചെയ്ത അതേ ആപ്ലിക്കേഷനുകൾ വീണ്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പ് 4-ലേതാണ്. അപ്പോൾ ഞാനിവിടെ ഗ്രൂപ്പ് 4 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 4-ൽ ഏതൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ടോ ആ ആപ്ലിക്കേഷന് ഇന്നാലിന്ന സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ നിന്ന് ഹൈഡ് ആവുന്നതായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഇവിടെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഷെഡ്യൂൾ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. ഷെഡ്യൂൾ എന്ന ഈ ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ദിവസം ഏതാണ് വേണ്ടത്, സമയം ഏതാണ് എന്നൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ചൂസ് ആപ്സ് എന്നുള്ളത് കൊടുത്ത് ഇപ്പോൾ സെലക്ട് ചെയ്ത അതേ ഗ്രൂപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഹൈഡ് എന്നുള്ളത് എനേബിൾ ആവുന്നതായിരിക്കും. ശേഷം ഡൺ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് നേരത്തെ പറഞ്ഞ ആ സ്ഥലത്ത് നിശ്ചിത സമയമായി കഴിയുമ്പോൾ, അതായത് 8 മണിയായി കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ ഹൈഡ് ആവുന്നതായിരിക്കും. നിങ്ങൾ ഉദ്ദേശിച്ച ആ ദിവസങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ. ഇനി അതിനെ അൺഹൈഡ് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന ഹൈഡ് ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് റീസ്റ്റോർ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ പഴയ രീതിയിലേക്ക് തന്നെ മാറുന്നതായിരിക്കും. ഹൈഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ഇതേ രീതിയിൽ ഹൈഡ് എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ നിശ്ചിത സമയത്ത് നിശ്ചിത സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴും നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ ഹൈഡ് ആവണമെങ്കിൽ അങ്ങനെയും ഷെഡ്യൂൾ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള നിരവധി ഓപ്ഷനുകളുള്ള കിടിലൻ ആപ്ലിക്കേഷനാണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും വീഡിയോ ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരമായാലും ഇല്ലെങ്കിലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ചാനൽ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യുക. അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക.